ഈ ഒരു പ്രത്യേക ലുക്ക് ഇതൊരു ഇന്റർനാഷണൽ ലുക്കായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ചില സിനിമയിൽ കാണുമ്പോഴും നമ്മളെ മലയാളികളുടെ ഇടയിലൊന്നും കാണാത്ത ഒരു എന്താ പറയുക വോൾവറിൻ സ്റ്റൈലൊക്കെ ആയിട്ടുള്ള ഒരു ലുക്കാണ്. എന്താണ് ഈ ലുക്കിന്റെ ഒരു ഇൻസ്പിറേഷൻ? ഇൻസ്പിറേഷൻ എന്താ ഇപ്പോൾ പറയാ, എനിക്ക് ജിനോ ജോൺ എന്ന് പറഞ്ഞിട്ട് നടനുണ്ടല്ലോ. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അമൽ നീരദിൻ്റെ പടങ്ങളൊക്കെ നമ്മൾ ജിനോ ചേട്ടനൊക്കെ കാണാറുള്ളത്. അപ്പോൾ അന്ന് തുടങ്ങിയിട്ട് രണ്ട് സൈഡിൽ നരയ്ക്കണ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ നരയില്ലെങ്കിൽ പോലും ഞാൻ രണ്ട് സൈഡൊക്കെ നരപ്പിച്ചിട്ടൊക്കെ നടക്കാറുണ്ടായിരുന്നു, നരപ്പിക്കാറുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി നരച്ചു പോയി, അങ്ങനെ ഓരോ മരുന്ന് തേച്ചിട്ടാണെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് ആ ഒരു മൂഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഡൊമിനിക്ക്, നമ്മുടെ വേറൊരു ഇൻറ്റിമേറ്റ് ഉണ്ട് ഡൊമിനിക്ക് ഞാനൊക്കെ ഇങ്ങനെ പണ്ടേ തുടങ്ങി ഇങ്ങനത്തെ എന്തെങ്കിലും വ്യത്യാസം കിട്ടാൻ വേണ്ടി നമ്മളങ്ങനെ ഒന്നെങ്കിലും മീശ എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ട്. അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ചോദിക്കണം. എനിക്ക് സന്തോഷമായി. സത്യം പറഞ്ഞാൽ എനിക്ക് ബ്രസീൽ അങ്ങനെയുള്ള ആൾക്കാരുടെ ലുക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഒന്നും ആവാൻ വേണ്ടിയല്ല, അങ്ങനെ അതെ 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 ഞാൻ പറഞ്ഞില്ലേ മലയാളികൾ എപ്പോഴും എന്താ പറയാ മുടിയൊക്കെ വെട്ടി ഒതുക്കി താടി നീട്ടും, അങ്ങനെ അല്ലാതെ ചേട്ടന്റെ ഒരു അതെ 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 അതങ്ങനെ ഇൻ്റർവ്യൂവിൽ ചോദിച്ചത് ആദ്യമാണ്. എനിക്ക് അങ്ങനെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു വ്യത്യാസം സ്റ്റൈലിലെങ്കിലും പിടിക്കാൻ വേണ്ടി. പിന്നെ വേറെ എന്തെന്ന് പറയാനുള്ളത്, ഇതൊക്കെ ഉള്ളൂ നമുക്ക്, താടിയും പിന്നെ കുറച്ച് മുടികളൊക്കെ.